മലയാള സിനിമയിൽ റീ റിലീസ് തരംഗം ശക്തമാവുകയാണ്. സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രങ്ങളാണ് റീ റിലീസിൽ ഏറ്റവും കൂടുതൽ വിജയം നേടുന്നത്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, ചോട്ടാ മുംബൈ തുടങ്ങിയ സിനിമകൾ നേരത്തെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെ 2001 റിലീസ് ചെയ്ത പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച രാവണപ്രഭു എന്ന ചിത്രവും വീണ്ടും പ്രദർശനത്തിനെത്തി. ഒക്ടോബർ 10 പുതിയ സാങ്കേതിക മികവോടെയാണ് ചിത്രം വീണ്ടും റിലീസ് ചെയ്തത്. റിലീസ് സമയത്ത് തിയേറ്റർ അനുഭവം നഷ്ടപ്പെട്ടവരുടെ മോഹൻലാൽ ആരാധകർ പതിവ് പോലെ സിനിമ ആഘോഷമാക്കി. ചിത്രത്തിന്റെ റീ റിലീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബോക്സ് ഓഫീസിൽ രാവണപ്രഭു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ചിത്രം ഇതുവരെ 4.7 കോടി രൂപ ആഗോള കളക്ഷനായി നേടി. വരും ദിവസങ്ങളിലും മികച്ച കളക്ഷൻ സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. റീ റിലീസ് കളക്ഷനിൽ മണിച്ചിത്രത്താഴിനെ രാവണപ്രഭു ഇതോടെ പിന്നിലാക്കി. റീ റിലീസ് ഓപ്പണിംഗ് കളക്ഷനിൽ 67-70 ലക്ഷം വരെ നേടി ചിത്രം 2ാം സ്ഥാനത്താണ്. ആകെ കളക്ഷന്റെ കാര്യത്തിൽ രാവണപ്രഭുവിന് മുന്നിൽ ഇനി 2 ചിത്രങ്ങൾ മാത്രമാണുള്ളത്. ദേവദൂതൻ, സ്ഫടികം എന്നിവയാണവ.